നമസ്കാരം. ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ ശിക്ഷാ കാലയളവിൽ തന്നെ വലിയ പരിഗണന ലഭിച്ച കുറ്റവാളിയാണ്. ഇവർക്ക് യഥേഷ്ടം പരോളുകൾ ലഭിച്ചു. ഇതിനുള്ള ശുപാർശകളും അതിവേഗത്തിലാണ് നീങ്ങിയത്. ഇതിന് ജയിൽ ഭരിച്ചവരും വലിയ താല്പര്യമെടുത്തു. പരോളിന്റെ കാര്യത്തിൽ എന്ന പോലെ ഷെറിന് ജയിലിന് പുറത്തേക്ക് വഴിതെളിക്കാൻ വലിയ ഇടപാടുകൾ നടന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ശിക്ഷാ കാലയളവിൽ ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ വിവാദത്തിലായ ഷെറിന് വേണ്ടി ഇക്കുറി ഫയൽ നീങ്ങിയതും അതിവേഗത്തിലായിരുന്നു. മറ്റു തടവുകാരുടെ അപേക്ഷകൾ ഇഴഞ്ഞു നീങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ഷെറിന് വേണ്ടി അതിവേഗം ഫയൽ നീക്കമുണ്ടായത്. അതിവേഗത്തിലാണ് ഷെറിന് മോചനം നൽകാനുള്ള തീരുമാനമുണ്ടായത്. ഒരു മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തി. അർഹരായി നിരവധി പേരെ പിന്തള്ളിയാണ് ഷെറിന് മാത്രമായുള്ള ശിക്ഷാ ഇളവ്. 20 വർഷം ശിക്ഷ അനുഭവിച്ച രോഗികൾ പോലും ജയിലിൽ തുടരുന്നുണ്ട്. വിവിധ ജയിലുകളിൽ ഷെറിനുണ്ടാക്കിയ പ്രശ്നങ്ങളും പരിഗണിച്ചില്ല. ഷെറിന് വേണ്ടി മന്ത്രിസഭയിലെ ചിലർ ഇടപെട്ടുവെന്ന് പോലും ആക്ഷേപമുണ്ട്. 25 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിച്ചവരെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ പരിഗണിക്കാതെയാണ് ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിന് മാത്രമായി ഇളവ് കിട്ടിയത്. ഷെറിൻ എന്ന പേര് കേട്ടതോടെ സർക്കാർ വൃത്തങ്ങളിൽ തന്നെ ചിലർ പ്രത്യേകം താല്പര്യമെടുത്തു. ഡിസംബറിൽ കണ്ണൂർ ജയിൽ ഉപദേശക സമിതി നൽകിയ ശുപാർശയിലാണ് അതിവേഗം മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത്. വിവിധ ജയിലുകളിൽ ഷെറിനുണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഗണിക്കാതെയാണ് ഇളവ്. ജയിലുകളിൽ ഷെറിന് കിട്ടിയ ആനുകൂല്യങ്ങളുടെ തുടർച്ചയാണ് വിടുതലിലും കാണുന്നത്. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയെന്ന കാരണത്താലാണ് ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിച്ച ഷെറിന് മോചനം നൽകാനുള്ള തീരുമാനം. എന്നാൽ 25ഉം 20 വർഷം വരെ തടവ് പൂർത്തിയായവർക്ക് ഈ ആനുകൂല്യം കിട്ടിയിട്ടില്ല. ഇവരിൽ പലരും രോഗികളാണെന്ന ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശകളും ഇതുവരെ പരിഗണിച്ചിട്ടില്ല. പൂജപ്പുര, വിയൂർ, നെട്ടുകാൽത്തേരി ജയിലുകളിലെ ഉപദേശക സമിതികൾ 2 തവണയായി നൽകിയ ശുപാർശകളിൽ തീരുമാനം നീളുകയാണ്. ഷെറിന്റെ ഇളവിൽ തീരുമാനമെടുത്തതും അതിവേഗമാണ്. ഡിസംബറിലാണ് ഷെറിന് ഇളവ് നൽകണമെന്ന ശുപാർശ കണ്ണൂർ ജയിലിലെ ഉപദേശക സമിതി മുന്നോട്ട് വെക്കുന്നത്. ഒരു മാസം കൊണ്ട് ശുപാർശ ജയിൽ DGP വഴി ആഭ്യന്തര വകുപ്പ് വഴി ക്യാബിനറ്റിലെത്തി തീരുമാനമായി. സാധാരണ ഇളവ് കൊടുക്കുമ്പോൾ പ്രതികളുടെ ജയിലിലെ പ്രവർത്തനങ്ങളും പരിഗണിക്കാറുണ്ട്. എന്നാൽ താമസിച്ച ജയിലുകളിലെല്ലാം സഹതടവുകാരും ഉദ്യോഗസ്ഥരുമായും ഷെറിൻ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അതൊന്നും പരിഗണിച്ചില്ല. പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും ഷെറിന് അനുകൂലം. ക്യാബിനറ്റിൽ ചില മന്ത്രിമാരുടെ പിന്തുണയും ഷെറിന് കിട്ടിയതായും സൂചനകളുണ്ട്. ഷെറിനൊപ്പം ശിക്ഷിക്കപ്പെട്ട കാമുകൻ ബാസിദ് അലിയെ നല്ല നടപ്പ് പരിഗണിച്ച് തുറന്ന ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാസിദ് അലിയെ മോചനത്തിനായി പരിഗണിച്ചില്ല. മന്ത്രിസഭാ യോഗ ശുപാർശ ഗവർണർ കൂടി അംഗീകരിച്ചാലേ ഷെറിന് പുറത്തിറങ്ങാൻ സാധിക്കും. ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം രാജ്ഭവൻ അംഗീകരിക്കാൻ ഇടയില്ല. എല്ലാ നിയമവശങ്ങളും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തേടും. വിശദ നിയമോപദേശവും തേടും. ഏത് സാഹചര്യത്തിലാണ് ഷെറിന് മാത്രമായി ശിക്ഷാ ഇളവ് നൽകുന്നതെന്നും പരിശോധിക്കും. ഷെറിന് നല്ല നടപ്പ് കിട്ടാനുള്ള യോഗ്യതയുണ്ടോ എന്നും പരിശോധിക്കും. ഗവർണർ തള്ളുന്നെങ്കിൽ തള്ളട്ടെ എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും സൂചനയുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ചില്ലെങ്കിലും ഷെറിൻ പുറത്തു പോകുന്നതിൽ മുഖ്യമന്ത്രിക്ക് പൂർണ്ണ മനസ്സില്ലെന്നാണ് സൂചന. ചില സമ്മർദ്ദങ്ങളടക്കം ഈ ഫയൽ രാജ്ഭവനിൽ എത്തിയതിൽ നിർണായകമായി. ആർലേക്കർ എന്ത് തീരുമാനിക്കുമെന്നതാണ് നിർണായകം. അതേസമയം സംസ്ഥാനത്ത് ശിക്ഷാ ഇളവിൽ ഏറ്റവും അധികം തവണ പരോൾ ലഭിച്ച തടവുകാരി കൂടിയാണ് ഷെറിൻ. ശിക്ഷാ കാലയളവിനിടെ 500 ദിവസത്തോളം ഷെറിൻ ജയിലിന് പുറത്തായിരുന്നു. കോവിഡ് സമയത്തും ഷെറിൻ പുറത്തായിരുന്നു. TP വധക്കേസ് പ്രതികൾക്കാണ് ഇതുപോലെ ലാവിഷായി പരോൾ ലഭിച്ചത്. 3 ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി ശിക്ഷാ കാലാവധി തുടങ്ങി 1.5 വർഷം പിന്നിട്ടപ്പോൾ തന്നെ പരോൾ നേടി തുടങ്ങിയിരുന്നു. 2016 തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന് കേരളത്തിലെ മറ്റ് തടവുകാർക്കൊന്നും പരോൾ അനുവദിക്കാതിരുന്നപ്പോഴും ഷെറിന് പരോൾ കിട്ടിയിരുന്നു. ആദ്യം 30 ദിവസത്തേക്ക് അനുവദിച്ച പരോൾ പിന്നീട് 30 ദിവസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു. കാരണവർ കൊലക്കേസിന്റെ വിധി വന്നത് 2010 ജൂൺ 11-നാണ്. 2012 മാർച്ച് 3-ന് ഷെറിന് ആദ്യ പരോൾ ലഭിച്ചു. തിരുവനന്തപുരം ജയിലിൽ വെച്ച് മാത്രം 8 തവണ പരോൾ ലഭിച്ചു. ഇതിൽ 2 എണ്ണം അടിയന്തര പരോളായിരുന്നു. ആദ്യം പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്നു ഷെറിൻ. പിന്നീട് നെയ്യാറ്റിൻകര വനിതാ ജയിലിലായിരുന്നു. ഇവിടെ വെച്ച് അനധികൃതമായി ഫോൺ ഉപയോഗം ഉൾപ്പെടെ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഷെറിനെ വിയൂർ ജയിലിലേക്ക് മാറ്റിയിരുന്നു. പിന്നീട് തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. 2009 നവംബർ 7-നാണ് ചെറിയനാട് തുരുത്തിന്മേൽ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയായിരുന്നു ഷെറിൻ. കാരണവരുടെ കുടുംബത്തോടക്കം അഭിപ്രായം തേടി വേണമായിരുന്നു സർക്കാർ തീരുമാനമെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് സൂചന. സ്വത്തിൽ നിന്ന് ഒഴിവാക്കിയതിനുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നതായിരുന്നു കേസ്. ഷെറിനായിരുന്നു കേസിലെ 1-ാം പ്രതി. ഷെറിനും ആൺസുഹൃത്തും ചേർന്ന് കാരണവരെ കൊലപ്പെടുത്തുകയായിരുന്നു.